നമസ്കാരം. SR കമ്മ്യൂണിക്കേഷൻസിൻ്റെ 5ാമത് എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വീഡിയോയിൽ ആദ്യം തുടങ്ങിയ ആ വീഡിയോ എന്തായിരുന്നു, അതിൻ്റെ ഒരു ആവർത്തനം എന്നുള്ള നിലയ്ക്കാണെങ്കിൽ കൂടി വ്യത്യസ്ത വ്യക്തികളെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ, മേഖലകളെ പരാമർശിച്ചുകൊണ്ടാണ് ഒരു ഇൻ്റർവ്യൂ, അഭിമുഖം എന്നുള്ള രീതിയിലേക്ക് കടക്കുന്നത്. 2ാമത്തെ അഭിമുഖമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ശ്രീമതി PT രാജലക്ഷ്മിയാണ്. PT രാജലക്ഷ്മി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അന്നത്തെ കാലത്തും അതിനു മുമ്പും സാഹിത്യരംഗത്ത് വളരെയേറെ ശോഭിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു രാജലക്ഷ്മി എന്ന് പറയുന്നതിൽ തെറ്റില്ല. വളരെ ചെറുപ്പം മുതൽക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5 പതിറ്റാണ്ടിലധികമായിട്ടുള്ള കാലഘട്ടത്തിൽ അവരുടെ വിവിധ സൃഷ്ടികൾ നമ്മുടെ മുന്നേ വന്നിട്ടുണ്ട്. മിക്ക വായനക്കാർക്കും അവരെ നല്ല പരിചയമുണ്ടാവും. എന്നാലും അറിയാതെ പോകുന്ന വായനക്കാർ ഒരു പക്ഷേ PT രാജലക്ഷ്മി ഇടയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ അല്ലെങ്കിൽ ഒരു ഇടവേളകളൊക്കെ തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് സൃഷ്ടികൾ ഇറക്കാറുള്ളത്. പലപ്പോഴും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള നിലയ്ക്ക് പല കാര്യങ്ങൾ, അതായത് വ്യക്തിപരമായിട്ടുള്ള കുടുംബപരമായ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഇൻവോൾവ് ആകുമ്പോഴുണ്ടാകുന്ന ഒരു ഗ്യാപ്പ്, അല്ലാതെ മറ്റൊന്നുമല്ല. സൃഷ്ടികളെല്ലാം ശ്രേഷ്ഠങ്ങളാണെന്ന് പറയേണ്ടതില്ല. ഏതാനും സൃഷ്ടികൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അവയിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവഗാഹം അതിനെക്കുറിച്ചില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഈ എപ്പിസോഡുകളിൽ 1 2 എപ്പിസോഡുകളിലൂടെ ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും അത് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്തതാണ്. ഇപ്പോൾ അവർ ഗുരുവായൂർ സ്വദേശിയാണ്. താമസിക്കുന്നത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്ത് തന്നെയാണ്. അവരുടെ കുടുംബ പശ്ചാത്തലവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതിലേക്ക് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാനുണ്ട്. അവർ തന്നെ പറയട്ടെ. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പബ്ലിക് അല്ലെങ്കിൽ പൊതു സമക്ഷം വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സ്ഥിരമായി ഞങ്ങൾ പറയുന്ന പോലെ, SR കമ്മ്യൂണിക്കേഷൻസ് പറയുന്ന പോലെ, ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യമായി ചെയ്യേണ്ടത് അത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് തീർച്ചയായിട്ടും SR കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ വിജയത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും ഒരുപാട് പ്രോത്സാഹനം നൽകും എന്നുള്ള ഉറപ്പാണ്. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നത് ശ്രീമതി PT രാജലക്ഷ്മിയെയാണ്. അവരെക്കുറിച്ച് അവർ തന്നെ പറയുന്നതാണ് അതിൻ്റെ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, ആരൊക്കെയാണ് അംഗങ്ങളുള്ളത്? ഞാൻ രാജലക്ഷ്മി, ഗുരുവായൂരാണ് സ്വദേശം. 1988 യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടി, ഇവിടേക്ക് വന്നു. എൻ്റെ ഹസ്ബൻഡും ഇവിടെ തന്നെ സ്റ്റാഫാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഗുരുവായൂരാണ്. ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് സ്കൂളിലും കോളേജിലുമായിട്ടാണ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് MA എടുക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ താമസമാക്കിയതിന് ശേഷമാണ് ധാരാളമായിട്ട് എഴുതാൻ തുടങ്ങിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ ധാരാളം എഴുത്തുകാരുണ്ട്. ഇവരിൽ ശ്രീ MM സജീന്ദ്രൻ, ശ്രീ TP രാജീവൻ, അദ്ദേഹം ഇന്നില്ല, ശ്രീ EP പവിത്രൻ എന്നിവരൊക്കെ അവരെഴുതുന്ന ആർട്ടിക്കിൾസ് അയക്കുകയും അത് സ്വീകരിക്കപ്പെട്ടു എന്നുള്ള മെയിൽ തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും അതുപോലെ എഴുതി അയക്കാമെന്ന് തോന്നുകയും ഞാനും അവരുടെ പാത പിന്തുടർന്ന് പുസ്തകങ്ങളല്ല, ആദ്യം കഥകളൊക്കെ ആനുകാലികങ്ങളിൽ കൊടുത്തു. എൻ്റെ ആദ്യത്തെ നോവൽ പുതിയ വീഥികൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു. അത് കുട്ടികൾക്കുള്ള ഒരു നോവലാണ്. പിന്നെ 11 പുസ്തകങ്ങൾ അതിന് ശേഷം ഉണ്ടായി. ഈ ആദ്യകാല സൃഷ്ടികളൊക്കെ നടത്തുന്ന സമയത്ത് ഈ പറഞ്ഞ വ്യക്തിത്വങ്ങൾ അവരും യൂണിവേഴ്സിറ്റിയിലെ സജീവമായിട്ടുള്ള സാന്നിധ്യമാണ്. യൂണിവേഴ്സിറ്റി മാത്രമല്ല, പുറം ലോകത്ത് നന്നായിട്ട് അറിയപ്പെടുന്നവരാണ്. ശ്രീ TP ഇന്നിപ്പോൾ അദ്ദേഹമില്ല, TP രാജീവൻ, ശ്രീ MM സജീന്ദ്രൻ, ശ്രീ EP പവിത്രനൊക്കെ വളരെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരാണ്. ഒരുപാട് സൃഷ്ടികൾ അവരുടെ പേരിൽ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, സജീവമാണ് ഇപ്പോഴും. അവരുടെയൊക്കെ തന്നെ സഹായം അല്ലെങ്കിൽ ഈ സൃഷ്ടികളൊക്കെ നടത്തുമ്പോൾ അവരുമായിട്ട് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ നടത്താറുണ്ടോ, അല്ലെങ്കിൽ അവരെ കാണിക്കാറുണ്ടോ, അല്ലെങ്കിൽ അറിഞ്ഞുള്ള പ്രോത്സാഹനം അവരുടെ നിന്നും ലഭിച്ചിട്ടുള്ള പിന്തുണ എങ്ങനെയായിരുന്നു? പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുമല്ലേ എന്നൊക്കെ ആദ്യം ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയിട്ട് എൻ്റെ സെക്ഷനിൽ തന്നെ ജോലി ചെയ്യുന്ന EP പവിത്രനെ കാണിച്ച് അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ
എം സജീന്ദ്രൻ എന്നെ പരിചയപ്പെടാൻ വരെയും പുള്ളി വന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് അയാൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള സജഷൻസ് ധാരാളം തന്നിരുന്നു. TP രാജീവനാണ് പുസ്തക രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് പ്രസാധകന്മാരെ പരിചയപ്പെടുത്തി തന്നത്. അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിലാണ് എൻ്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരം പുലർന്നിരുളുവോളം വന്നത്. പിന്നെ അടുത്ത കഥാസമാഹാരത്തിൻ്റെ അവതാരിക എഴുതിയത് അദ്ദേഹമാണ്. ബാലസാഹിത്യത്തിനൊന്നും അവതാരികയില്ല. കഥാസമാഹാരങ്ങൾക്ക് തിരഞ്ഞെടുത്ത കഥകൾ എന്ന കഥാസമാഹാരത്തിന് ഡോക്ടർ M ലീലാവതി അവതാരിക എഴുതി തന്നിട്ടുണ്ട്. പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ സൃഷ്ടിയും നടത്തുന്നത്. തീർച്ചയായിട്ടും ഞാൻ അവിടെയാണ് എൻ്റെ ഒരു വ്യക്തിഗതമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം ഞാൻ അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയധികം നല്ല പ്രതിഭകളുടെയൊക്കെ തന്നെ സാന്നിധ്യവും സഹകരണവും സഹായവും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു എടുത്തുചാട്ടം പോലെ അല്ലെങ്കിൽ ഒരു വെള്ളപ്പാച്ചിൽ പോലെ കുറേ സൃഷ്ടികൾ ഒരു സമയത്ത് ഇറങ്ങിയില്ല എന്നൊരു സംശയം സ്വാഭാവികമാണ്. അതെന്തുകൊണ്ട് വന്നില്ല? ഇടയ്ക്ക് ഇറങ്ങുന്ന ഒരു സൃഷ്ടി മനോഹരമായും മൂല്യമുള്ളത് ആക്കി തീർക്കാനുമായിരുന്നു ആ ഒരു സാവകാശമൊക്കെ എടുത്തത് എന്ന് സംശയം. ഒരുപാട് എഴുത്തുകൾ വരേണ്ട സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ സൃഷ്ടികൾ വരേണ്ട സമയം കഴിഞ്ഞു. എഴുതുന്നതെല്ലാം അതാത് സമയത്ത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ എഴുതിയിട്ട് അവിടെ വയ്ക്കും. ചെറുകഥകളാണെങ്കിൽ ആനുകാലികങ്ങളിൽ വരും, പിന്നെ അത് പുസ്തകമാക്കുന്നത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ഡിലേ ആണ്, അല്ലാതെ എഴുത്ത് കംപ്ലീറ്റ് നിർത്തിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഓക്കെ ആയിക്കോട്ടെ. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ മൂത്ത മകൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്നു. ഏതെങ്കിലും സിനിമ? പെണ്ണും പൊറാട്ടും എന്ന് പറഞ്ഞ സിനിമയുടെ കഥ. പെണ്ണും പൊറാട്ടും ഇപ്പോൾ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത് അതിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഓ വെരി ഗുഡ്. ഇപ്പോൾ വേറെ ഒരെണ്ണത്തിന് കഥ എഴുതിയിട്ട് അത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. നേരത്തെ കോ റൈറ്ററായിട്ട് 4 സിനിമകളിൽ വരെയുണ്ടായിട്ട്. ഓ വെരി നൈസ് വെരി നൈസ്. പിന്നെ രണ്ടാമത്തെ ആള് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട്. ടീച്ചർ, അതായത് ടീച്ചിങ് മേഖലയിലാണ്. ഓക്കെ രണ്ടുപേരും മാരീഡ് ആണോ? ചെറിയ മകനാണ് മാരീഡ്. അത് ശരി. ഓക്കെ. മറ്റേ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ നല്ല കാര്യം. കുടുംബത്തിനെ കുറിച്ച് ഏതാണ്ട് ഒരു വിവരണം നന്നായിട്ട് തന്നെ ശ്രീമതി PT രാജലക്ഷ്മി നമ്മളോട് പറയുകയുണ്ടായി. പിന്നെ അതേപോലെ തന്നെ സാഹിത്യ രംഗത്ത് അവരുമായിട്ട് സഹവർത്തിത്വത്തിലായിരുന്ന സഹായമൊക്കെ ലഭിച്ചു എന്ന് പറയപ്പെടുന്ന വ്യക്തികളെ അതിനിടയിലൂടെ നമ്മളെ പരിചയപ്പെടുത്തി. ഇനി ഈ രംഗത്ത്, ഈ എഴുത്തിൻ്റെ രംഗത്ത് നേരത്തെ പറഞ്ഞ 5 പതിറ്റാണ്ടിലധികം എന്ന് പറഞ്ഞു. അപ്പോൾ ആ രംഗത്തേക്ക് എത്താൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രചോദനമായിട്ടുള്ള എന്തെങ്കിലും ഒരു കീ ഫാക്ടർ കാണുമല്ലോ? അത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ത്രേസ്യാമ്മ ടീച്ചർ എന്നിട്ടൊരു മലയാളം ടീച്ചറുണ്ടായിരുന്നു. ടീച്ചറാണ് എൻ്റെ ലാംഗ്വേജ് നല്ലതാണ്, ഞാൻ എഴുതുന്നത് നല്ല ക്രിയേറ്റീവായിട്ടുള്ളതാണ്. ഉപന്യാസ പുസ്തകങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ടീച്ചർ എൻ്റെ ഒടുക്കത്തേക്ക് വെക്കും, എന്നിട്ട് അതെടുത്ത് പൊക്കി കാണിച്ചിട്ട് പറയും ഇങ്ങനെ. പിന്നെ ആൻസർ പേപ്പേഴ്സ് വരുന്ന സമയത്ത് അതിൻ്റെ ലാസ്റ്റിൽ ഒരു എസ്സേ ഉണ്ടാവുമല്ലോ, ആ എസ്സേ എനിക്ക് എഴുതിയാൽ മതിയാവില്ല. അപ്പോൾ ആ എസ്സേ നോട്ടീസ് ബോർഡിൻ്റെ മുകളിലിടും. ഇംഗ്ലീഷും മലയാളവും ആൻസർ പേപ്പേഴ്സ് നോട്ടീസ് ബോർഡിൻ്റെ മുകളിൽ ഇടാറുണ്ടായിരുന്നു, മറ്റു കുട്ടികൾ അത് വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് എനിക്ക് എഴുതാൻ കഴിവുണ്ട് എന്നുള്ളൊരു ബോധം എനിക്കുണ്ടാക്കി. അപ്പോൾ അതായത് ഒരു അധ്യാപികയിൽ നിന്നും കിട്ടിയ പ്രചോദനം, ആദ്യത്തെ പ്രചോദനം എന്ന് പറയുന്നത് മനസ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഓർമ്മ അതാണ്, ത്രേസ്യാമ്മ ടീച്ചറാണ് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷും മലയാളത്തിലും, തീർച്ചയായിട്ടും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ തന്നെ സൃഷ്ടികൾ നടത്തി കാണുമല്ലോ അല്ലേ? ഇംഗ്ലീഷിൽ നല്ലപോലെ അറിവുണ്ടാവാൻ കാരണം എൻ്റെ അമ്മയുടെ ചേച്ചി ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് പോവുക. അപ്പോൾ പോണ വഴി മുഴുവൻ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ആൻസർ പറയുകയൊക്കെ ചെയ്യും. വെറുതെ നടക്കുന്ന സമയത്തും സൗകര്യം തരില്ല എന്നുള്ള ഞാൻ അങ്ങനെയാണല്ലോ പറയേണ്ടത്. അങ്ങനെ തോന്നിക്കാണോ? ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് പറയാൻ കിട്ടുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ അറിവ് പ്രദർശിപ്പിക്കാൻ ഞാൻ സ്മാർട്ടായിട്ട് മറുപടി പറയും. അപ്പോൾ പിറ്റേ ദിവസവും അങ്ങനെ പോയി. അങ്ങനെ നെസ്ഫീൽഡ് ഗ്രാമറൊക്കെ ഏതാണ്ട് ഞാൻ 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും പിന്നെ അമ്മ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഏതെങ്കിലും അറിയപ്പെടുന്ന സൃഷ്ടികൾ റിലീസ് ചെയ്തിട്ടില്ല? ദ ലിറ്റിൽ മാഹാട്ട് എന്നൊരു ബാലസാഹിത്യ നോവല്, അത് ഈയിടെ അപ്പോൾ ദ ലിറ്റിൽ മാഹാട്ടാണ് എൻ്റെ കയ്യിൽ ഞാൻ ഇറക്കിയിട്ടുള്ള ഇംഗ്ലീഷ് ബാലസാഹിത്യ നോവല്. നോവലാണ്, ബാലസാഹിത്യ നോവൽ. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ സമയം തന്നെ കുറേ സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട് ശ്രീമതി PT രാജലക്ഷ്മി. ഇനി ഈ രംഗത്ത് ഈ സൃഷ്ടികളൊക്കെ നടത്തിയതിൽ നിന്ന് നമുക്ക്
പുരസ്കാരങ്ങളും അതേമാതിരി തന്നെ എന്തെങ്കിലുമൊക്കെ തന്നെ പത്രങ്ങളൊക്കെ ലഭിച്ചു കാണുമല്ലോ അല്ലേ? ഏതൊക്കെയാണ് ഓർമ്മ? ഭീമ സ്മാരക ബാലസാഹിത്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗൃഹലക്ഷ്മിയുടെ അതെന്തിനാണ് കിട്ടിയത്? പുതിയ വീഥികൾ എന്ന് പറഞ്ഞ നോവലിന്. പുതിയ വീഥികൾ അല്ലേ? ഓ റൈറ്റ്. അതൊരു കോൺവെന്റ് അന്തരീക്ഷമുള്ള ഒരു നോവലാണ്. പിന്നെ ഗൃഹലക്ഷ്മിയുടെ ചെറുകഥ സമ്മാനം ട്രീസ എന്ന് പറഞ്ഞൊരു കഥയ്ക്ക്, അല്ല പുലർന്നിരുളുവോളം എന്നൊരു കഥയ്ക്ക്. അതില് ഏത് വർഷം എന്നുള്ള ഓർമ്മയുണ്ട്? 1989. പിന്നെ തകഴി സ്മാരക അവാർഡിന്റെ തെരഞ്ഞെടുത്ത കഥകൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ഉണ്ട്, MG യൂണിവേഴ്സിറ്റിയുടെ ഒരു അവാർഡുണ്ട്. ഓർത്ത് പറയാം, കുഴപ്പമില്ല. പിന്നെ എപ്പോഴെങ്കിലും സംസ്കാര അവാർഡ്. ഏതാണ്? സംസ്കാര അവാർഡ്. MG യൂണിവേഴ്സിറ്റിയിലെ സംസ്കാര അവാർഡ്. അത് UR അനന്തമൂർത്തി വൈസ് ചാൻസലർ ആകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് അതിന് ശേഷമാണ് അല്ലേ? കോൺസ്റ്റിറ്റ്യൂട്ട്. കാരണം ഞാൻ അവിടെ MGയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. UR അനന്തമൂർത്തി അവിടെ VC ആയിരിക്കുകയാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം കൽപ്പന ചെയ്തിട്ടുള്ള ഒരു പേരാണ് ആ സംസ്കാരം എന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ്. ഓ റൈറ്റ്. ഓക്കെ, നൈസ്. പിന്നെ ഇനിയിപ്പം അതിലേക്ക് കടക്കുമ്പോൾ ഇപ്പം റീസെൻ്റ് ആയിട്ട്, അതായത് ഏറ്റവും അവസാനം എഴുതിയ ഒരു സൃഷ്ടി കാണും എന്നുള്ളതാണ് തോന്നുന്നത്. അതൊന്ന് അതിൻ്റെ പേര് ഒന്ന് അതിൻ്റെ വളരെ ബ്രീഫായിട്ട് അതൊന്ന് പരിചയപ്പെടുത്താമോ? അതിനെക്കുറിച്ച് നമുക്ക് അവലോകനം ചെയ്യാനുണ്ട്, കൂടുതലായിട്ട് നമുക്ക് ചെയ്യാം. ഏതാണ് റീസൺ? നേരത്തെ വീട്ടിലെ സന്തതികൾ എന്ന പേരിലുള്ള ഒരു നോവലാണ് ഒടുവിൽ പബ്ലിഷ് ചെയ്തത്. അടഞ്ഞു പോയ വാതിലുകൾ എന്ന പേരിലുള്ള ഒരു നോവല്, മുതിർന്നവർക്കുള്ള നോവല് ഇപ്പോൾ പ്രസ്സിലുണ്ട്. അതുപോലെ തന്നെ പൊലിഞ്ഞു പോയ സ്വപ്നം, ഒരു നായകഥയാണ് കുട്ടികൾക്കുള്ളത്. അതും ലിബി പബ്ലിക്കേഷൻസ് ഇപ്പോൾ പുസ്തകമാക്കിക്കൊണ്ടിരിക്കും. അടുത്ത മാസം അത് റിലീസ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അതാണ് ഇപ്പോൾ റീസൺ, ഏറ്റവും അവസാനം അല്ലേ? ഇനി പണിപ്പുരയിൽ ഏതെങ്കിലും? പണിപ്പുരയിലൊരു നോവലുണ്ട്, പേരൊന്നും ഇട്ടിട്ടില്ല. അത് ശരി. അത് അവസാനം പേര് നിർദ്ദേശിക്കുന്നത് അത് മുഴുവനായിട്ട് വായിച്ചിട്ടേക്കും അതിന്റെ പേര് അല്ലേ? എനിക്കറിയില്ല, ഉള്ള അറിവ് വെച്ച് ഞാനത് വായിക്കുന്നവരോട് പേര് സജസ്റ്റ് ചെയ്യാൻ പറയുകയും ചെയ്യും. പക്ഷെ പൊതുവെ എനിക്ക് അത് എഴുതി കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു പേര് വരും. സാവകാശം, മുമ്പേ വരാറില്ല. ഓക്കെ, വളരെ സന്തോഷം. അപ്പം തൽക്കാലം നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇപ്പം നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളൂ. കൂടുതൽ അറിയാനുണ്ട്, ഒരുപാട് ബാക്കിയുണ്ട്. അത് അടുത്തടുത്ത എപ്പിസോഡുകളിലൂടെ കുറച്ച് കാര്യങ്ങളിലധികം നമ്മൾ ചോദിക്കാനുമുണ്ട്, പ്രേക്ഷകർക്ക് അറിയാനുമുണ്ട്. എന്തായാലും ഒരല്പം ജിജ്ഞാസ നമ്മളവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഈ പ്രദേശത്ത് മാത്രമല്ല മുഴുവൻ പ്രദേശത്തും അറിയപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രതിഭകളുണ്ട്. സാഹിത്യകാരന്മാരുണ്ട്, അതേ മറ്റു കലാകാരന്മാരുണ്ട്, ഇതര രംഗത്തുള്ള അഭിനേതാക്കളുണ്ട്, ചിത്രകാരന്മാരുണ്ട്. എല്ലാവരെയും കൃത്യമായും ക്രമമായിട്ടും കൊണ്ടുവരാനാണ് SR കമ്മ്യൂണിക്കേഷൻസ് ശ്രമിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ അഭിമുഖം എന്നുള്ള നിലയിൽ ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീമതി PT രാജലക്ഷ്മിയോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തട്ടെ. വീണ്ടും നമുക്ക് സന്ധിക്കാനുണ്ട്. താൽക്കാലികമായ വിട മാത്രമേ നൽകുന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്.